പശ്ചിമബംഗാളിലെ ആദ്യ ബി.ജെ.പി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. രാവിലെ 10 മണിക്ക് കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻ.ഡി.എ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. ശ്രീനാഥ് ചന്ദ്രനുണ്ട് കൊൽക്കത്തയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് ശ്രീനാഥ്. അങ്ങനെ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബംഗാളിൽ ആദ്യമായി ബി.ജെ.പി. അധികാരം പിടിക്കുമ്പോൾ ആ ചരിത്ര നിയോഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സുവേന്ദു അധികാരി തന്നെ. മമതയെ വീഴ്ത്തിയ സുവേന്ദു അധികാരത്തിലേക്ക്. തീർച്ചയായും ബംഗാളിൽ ഒരു യുഗപ്പിറവി തന്നെയാണ്. ബംഗാളിൽ ആദ്യമായി ഒരു ബി.ജെ.പി. സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. ആ സർക്കാരിനെ നയിക്കുന്നത് സുവേന്ദു അധികാരിയാണ്. രാവിലെ 10 മണിക്ക് ബംഗാളിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം എൻ.ഡി.എ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ ചടങ്ങിലേക്ക് എത്തും എന്നത് അറിയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് ദേവേന്ദ്ര ഫട്നാവിസും 2 ഉപമുഖ്യമന്ത്രിമാരും ഇന്നലെ തന്നെ ഇവിടെ എത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ നിന്ന് രേഖ ഗുപ്ത അടക്കമുള്ള പ്രമുഖരായ നിരവധി നേതാക്കളുടെ ഒരു വലിയ നിരയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങ് ഒരു വലിയ സംഭവമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പും അവർ നടത്തുന്നുണ്ട്. ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം പേരെ വഹിക്കാൻ കഴിയുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഗ്രൗണ്ടുകളിൽ ഒന്നാണ്. ഈ രാഷ്ട്രീയ പരിപാടികളൊക്കെ നടക്കുന്ന ഏറ്റവും വലിയ ഗ്രൗണ്ടുകളിൽ ഒന്നാണ് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട്. അവിടെ തന്നെ ഏതാണ്ട് 50,000-ലധികം ഇരിപ്പിടങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഏതാണ്ട് 20,000-ഓളം പേരെ പ്രത്യേക അതിഥികളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ സുരക്ഷാ വിന്യാസത്തിലാണ് ഈ ചടങ്ങ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് 40,000-ലധികം പോലീസുകാരെ ഈ ഗ്രൗണ്ടിൽ മാത്രം വിന്യസിച്ചിട്ടുണ്ടാവും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കനത്ത സുരക്ഷയിൽ ഒരു വലിയ ചടങ്ങ് ബംഗാളിൽ നടക്കാൻ പോകുന്നു. സാധാരണ രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. 2016-ൽ മമതാ ബാനർജി ഈ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിന് പുറത്തുള്ള റെഡ് റോഡിൽ വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയിരുന്നു. പക്ഷേ ഈ ഗ്രൗണ്ടിൽ രാഷ്ട്രീയ പരിപാടികളൊക്കെ വലിയ പരിപാടികൾ നടക്കാറുള്ള ഈ ഗ്രൗണ്ടിൽ വെച്ച് ബി.ജെ.പി. ഒരു ചടങ്ങ് നടത്തുമ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയായി മാറുന്നുണ്ട്. ഏതായാലും ആരൊക്കെയാവും ഇദ്ദേഹത്തോടൊപ്പം ആരെങ്കിലും മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ സുവേന്ദു അധികാരി മാത്രം സത്യപ്രതിജ്ഞ ചെയ്യും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ ഒരുപക്ഷെ മറ്റു മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്നെങ്കിൽ ഇന്ന് തന്നെ ആദ്യ മന്ത്രിസഭാ യോഗവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും റൈറ്റേഴ്സ് ബിൽഡിംഗിലേക്ക് മമതാ ബാനർജി മുഖ്യമന്ത്രിയായ സമയത്ത് 2013 മുതൽ റൈറ്റേഴ്സ് ബിൽഡിംഗിലല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്, നബന്നയിലാണ്. തിരികെ റൈറ്റേഴ്സ് ബിൽഡിംഗിലേക്ക് മുഖ്യമന്ത്രി മടങ്ങിയെത്തുന്നു എന്നതുകൂടി ഈ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഉണ്ടാകും എന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും ഒരു പുതിയ യുഗം തുടങ്ങുന്നു. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി. അധികാരത്തിലേക്ക് ആദ്യമായി വരാൻ പോകുന്നു. ശരി ശ്രീനാഥ്. ഏതായാലും ശ്രീനാഥ് ബംഗാളിൽ തന്നെ തുടരുകയാണോ എന്ന് സജീവ് സിയന്ത് പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. സ്ഥിരതാമസമാക്കിയൊന്ന് ബംഗാളിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് കൊൽക്കത്തയിൽ നിന്ന് തത്സമയം അവിടുത്തെ അക്രമ സംഭവങ്ങളായാലും ഇപ്പോൾ ഭരണത്തിലേക്ക് വരുന്നതിന്റെ ചർച്ചകളായാലും ഇനി സത്യപ്രതിജ്ഞയായാലും ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. 24 പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരും. കൊൽക്കത്തയിലാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് അരങ്ങേറാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.